വെൺകുസുമമാണ് മൗലാന എം.എ. അബ്ദുൽ ഖാദർ മുസ്ലിയാർ. പഠനകാലത്ത് തന്നെ വൈജ്ഞാനിക സേവന രംഗത്ത് നാന്ദി കുറിച്ചു. 1940-കളിൽ ജന്മനാടായ തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും നിലനിന്ന സാമൂഹ്യ ദുരാചാരങ്ങൾ നീക്കം ചെയ്യാനുള്ള വൻ വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് പ്രവർത്തന രംഗത്ത് കടന്നുവരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം 1979 മുതൽ ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ മതബൗദ്ധിക വിജ്ഞാന സമുച്ചയമായ ജാമിഅ സാരിയയുടെ ജനറൽ മാനേജറായും പ്രധാന മുദരിസുമായും സേവനമനുഷ്ഠിക്കുന്നു. 1946-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അംഗത്വം നേടിയതോടെയാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നത്. പ്രായം 20-ലെത്തിയപ്പോൾ ഉസ്താദിന്റെ മനസ്സിൽ ഉദിച്ചുവന്ന ആശയം 1951-ൽ അൽ ബയാനിലൂടെ വെളിച്ചം കണ്ടപ്പോൾ അത് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കാൻ നിമിത്തമായി. രൂപീകരണ കാലം മുതൽ അതിന്റെ മുന്നണി പോരാളിയും കാവലാളുമായ ആ മഹാമനീഷിയുടെ ബുദ്ധിയിലൂടെയാണ് കേരളം മുതൽ അന്താരാഷ്ട്ര തലം വരെ വ്യാപിച്ചു കിടക്കുന്ന മതവിദ്യാഭ്യാസ വിപ്ലവം ആരംഭിച്ചത്. മതഭൗതിക കലാലയങ്ങൾ ഒരു കുടക്കീഴിൽ സ്ഥാപിക്കുക എന്നത് ആദ്യമായി സാക്ഷാത്കരിച്ചതും ഈ ചിന്തകളാണ്.